നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൽ തോൽവിയറിയാത്തവരായി ഇനി ആരുമില്ല. 12 മത്സരങ്ങൾ തോൽവിയറിയാതെ മുന്നേറിയ FC ഗോവ ഇതാ ഒടുവിൽ പരാജയത്തിൻ്റെ രുചിയെന്തെന്നറിഞ്ഞിരിക്കുന്നു. അതും ഹോം ഗ്രൗണ്ടായ ഫത്തോഡയിൽ വെച്ച് തന്നെ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കൊൽക്കത്തയിൽ ചെന്ന് നാണം കെടുത്തി വിട്ടതിന് ഫത്തോഡയിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പകരം ചോദിച്ചിരിക്കുന്നു. ദിമിത്രി പെട്രാറ്റോസ് കണ്ടെത്തിയ ഏക ഗോളിനായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയം ആഘോഷിച്ചത്. വിജയത്തോടെ 13 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുകളുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പട്ടികയിലെ 3-ാം സ്ഥാനത്തേക്ക് കുതിപ്പ് നടത്തിയതോടെ ഇനി ലീഗ് ഷീൽഡ് പോരാട്ടം കടുക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മത്സരത്തിലുടനീളം FC ഗോവയുടെ ആധിപത്യം തന്നെയായിരുന്നു കണ്ടതെങ്കിൽ FC ഗോവൻ ആക്രമണങ്ങളുടെ മുനയൊടിച്ച് ലഭ്യമായ അവസരങ്ങളിൽ മാത്രം ആക്രമണം നടത്തുക എന്നതായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പദ്ധതികളെങ്കിൽ ഗോളുകൾ കണ്ടെത്താൻ ഇരു ടീമുകളും നന്നെ വിഷമിക്കുന്നുണ്ടായിരുന്നു. കളി കണ്ടുനിന്നവർക്ക് നന്നായി അറിയാമായിരുന്നു ഒരു സിംഗിൾ മിസ്റ്റേക്ക് ആര് വരുത്തിയാലും അത് എതിർ ടീമിന് 3 പോയിന്റുകൾ സമ്മാനിക്കുമെന്നത്. മത്സരത്തിൻ്റെ 74-ാം മിനിറ്റിൽ ജോണി കൗക്കോ നീട്ടി നൽകിയ പാസ് രക്ഷപ്പെടുത്താൻ ടെറിട്ടറി വിട്ടെത്തിയ FC ഗോവൻ ഗോൾ കീപ്പർ അർഷ്ദീപ് സിംഗിന് പന്ത് ക്ലിയർ ചെയ്യാനായെങ്കിലും പന്ത് ലഭിച്ച ദിമിത്രി പെട്രാറ്റോസ് വളരെ ദൂരെ നിന്നും ഗോൾ കീപ്പറില്ലാത്ത പോസ്റ്റിലേക്ക് അളന്നു മുറിച്ചു വിട്ട പന്ത് ഗോവൻ വലയിൽ പതിച്ചതോടെ ഉറപ്പിക്കാമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലൂടെ FC ഗോവയുടെ സീസണിലെ ആദ്യ തോൽവി.